വളരെ രസകരമായ ഒരു നിരീക്ഷണം നമുക്ക് സാധ്യമാണ്. കാരണം കോൺഗ്രസിന്റെ രാഷ്ട്രീയം, ഞാൻ എപ്പോഴും എല്ലാ കാലത്തും പറയുന്നത്, അതിന്റെ ഒരു മഴവിൽ സൗന്ദര്യമുണ്ട്. ബഹുസ്വരതയെ അംഗീകരിച്ചുകൊണ്ടല്ലാതെ ഇന്ത്യയിൽ കോൺഗ്രസിന് മുന്നേറാൻ കഴിയില്ല. അത് പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയോ ആ പാർട്ടിയിലെ നേതാക്കളോ അണികളോ മാത്രമല്ല അത് മനസ്സിലാക്കേണ്ടത്. അത് ആ സമൂഹത്തിനെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് കോൺഗ്രസിലേക്ക് അണികൾ ഉണ്ടാവുക. നഷ്ടപ്പെട്ടു പോയത് ആ ബഹുസ്വരതയെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജനവിഭാഗം ഭൂരിപക്ഷമല്ലാതായി തീർന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത്. അത് പല കാര്യങ്ങളിൽ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്ന ഒരു ഹിന്ദുനൈസേഷന്റെ ഭാഗമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ക്രിസ്റ്റഫർ ജാഫർ ലോട്ടിന്റെ പുസ്തകത്തിലൊക്കെ ഇത് വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു. ബഹുസ്വരതയുടെ മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോൾ കോൺഗ്രസുകാർ, യഥാർത്ഥത്തിലുള്ള കോൺഗ്രസുകാർക്ക് അവരിൽ വികാരം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതില് ഒരു അംബ്രല്ല പോലെ പ്രവർത്തിക്കുന്ന ദളിതുണ്ട്, ആദിവാസിയുണ്ട്, ന്യൂനപക്ഷമുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ ജീവിക്കുന്ന വർഗങ്ങളിലും ശ്രേണികളിലും പെട്ട മനുഷ്യരുണ്ട്. ഇവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം കോൺഗ്രസ് എന്ന വാക്ക് പോലെ അന്വർത്ഥമായി തീരുന്നത്. UDF നയിക്കുന്ന കോൺഗ്രസിന് മുന്നോട്ട് വയ്ക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുന്ന ഏറ്റവും മനോഹരമായ മുദ്രാവാക്യം ബഹുസ്വരതാ സംഗമം എന്നുള്ളത് തന്നെയാണ്. അതേസമയം അത് CPM ഉള്ള ഒരു പരോക്ഷ വിമർശനവുമാണ്. എന്താണ് പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ ആക്ഷേപം? CPM ചെയ്യുന്നത് ഈ വിഷയത്തെ ഒരു ഹിന്ദു മുസ്ലിം വിഷയമായി ചിത്രീകരിക്കുന്നു. പക്ഷെ ഞങ്ങളിതാ ബഹുസ്വരതയുടെ സംഗമം ഉണ്ടാക്കുന്നു. ബഹുസ്വരതയുടെ സംഗമത്തിന് രാഷ്ട്രീയ സൗന്ദര്യം നിങ്ങൾ ഉണ്ടാക്കുന്ന ന്യൂനപക്ഷ പ്രീണനത്തിന്റെ രാഷ്ട്രീയത്തിനില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണത്. അങ്ങനെ കൂടി നമുക്കതിനെ